നാണക്കേട് ഭയന്ന് പാതിരി കെട്ടിത്തൂങ്ങിച്ചത്തു. എന്താണെന്നറിയില്ല, തലശ്ശേരി രൂപതയ്ക്ക് മൊത്തത്തിൽ ഇപ്പോൾ കാറ്റുവീഴ്ചയാണ്. പാമ്പ്ളാനി കുർബാന തർക്കത്തിന്റെ റഫറി കളിക്കുവാൻ ഇറങ്ങിയ അന്ന് മുതലാണ് രൂപതയുടെ കണ്ടകശിനി തുടങ്ങിയത്. പാമ്പ്ളാനി എങ്ങോട്ട് നിന്ന് കുർബാന കളിക്കണം എന്ന വിഷയത്തിൽ മധ്യസ്ഥന്റെ റോള് കളിക്കുമ്പോൾ രൂപതയിലെ പാതിരിപ്പാമ്പുകൾ പോക്സോ കേസുകളിൽ പെടുന്നു, പെണ്ണ് കേസുകളിൽ പിടിക്കപ്പെട്ട് എലിവിഷൻ നിന്ന് ചാകുന്നു, പ്രകൃതി വിരുദ്ധ കേസുകളിൽ പിടിക്കപ്പെട്ട മറ്റൊരുവൻ ഇതാ ഒളിവിൽ പോകുന്നു, മറ്റൊരുത്തൻ ഭർത്തൃമതിയായ ഒരു യുവതിയെ പിടിച്ചുകൊണ്ട് കടന്നു കളയുന്നു. ഇപ്പോൾ ആ ശ്രേണിയിൽ ഇതാ പുതിയൊരു പെടുമരണം കൂടി. കാസർഗോഡ് അമ്പലത്തറ 7-ാം മൈലിൽ സീറോ മലബാർ സഭയുടെ തലശ്ശേരി രൂപതയിലെ ഒരു പാതിരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പോർക്കളം MCBS ആശ്രമത്തിലെ അസിസ്റ്റന്റായ ആന്റണി ഉള്ളാട്ടിൽ എന്ന 44-കാരനെയാണ് ഇന്ന് രാവിലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി തൂങ്ങിയെന്നാണ് സംശയം. പള്ളിവകയായുള്ള പഴയ കെട്ടിടത്തിൻ്റെ മുറിയിൽ വെള്ളിയാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. പ്രാർത്ഥനാ കേന്ദ്രത്തിന് സമീപത്തെ വാടക വീട്ടിലായിരുന്നു ആന്റണി ഉള്ളാട്ടിൽ താമസിച്ചിരുന്നത്. 1 വർഷം മുമ്പാണ് തൃശ്ശൂരിൽ നിന്നും പാതിരി ഇവിടെ എത്തിച്ചേർന്നത്. പോർക്കളം MCBS ആശ്രമത്തിൽ 1 വർഷമായി ഇദ്ദേഹം താമസിച്ചു വരികയായിരുന്നു. കൂടെ മറ്റൊരു പാതിരിയും താമസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പുറത്തുപോയി രാത്രി വളരെ വൈകിയാണത്രേ തിരിച്ചെത്തിയത്. രാവിലെ കുർബാനയ്ക്ക് കാണാത്തതിനാൽ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ ഒരു കത്ത് ലഭിച്ചു പോലും. വാടകയ്ക്കെടുത്ത വീട്ടിലുണ്ട് എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. ആശ്രമത്തിലെ പാതിരികൾ എത്തിയപ്പോൾ വാതിൽ അകത്തുനിന്ന് അടച്ച നിലയിൽ ആയിരുന്നു. ചവിട്ടി തുറന്നു നോക്കിയപ്പോഴാണ് പാതിരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുറിയിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അമ്പലത്തറ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇരട്ടി എടൂർ സ്വദേശിയാണ് ആന്റണി പാതിരി. അപ്പൻ, അമ്മ കൂടാതെ 2 ഇളയ സഹോദരങ്ങളും ആന്റണിക്കുണ്ട്. ആശ്രമത്തിലെ മറ്റൊരു പാതിരിയും ഇദ്ദേഹത്തിൻ്റെ കൂടെ വാടക വീട്ടിൽ താമസിച്ചിരുന്നു. ഇദ്ദേഹം ഇന്നലെ പുറത്തുപോയി രാത്രി വളരെ വൈകിയാണത്രേ തിരിച്ചെത്തിയത്. അതിനാൽ തന്നെ ഇന്നലെ രാത്രിയിൽ ആന്റണി ഉള്ളാട്ടിനെ കണ്ടില്ല എന്ന് ഇദ്ദേഹം പോലീസിനോട് വെളിപ്പെടുത്തി. ഫാദർ ആന്റണി ഉള്ളാട്ടിൽ ഒരു ഡോക്ടറെ കാണുവാൻ പോയിരുന്നതായി ആശ്രമത്തിലുള്ളവർ മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനുശേഷം അസ്വസ്ഥനായിരുന്നു പോലും. പാതിരിമാരും മടത്തലമ്മമാരും തൂങ്ങിച്ചാകുകയോ വിഷം മടിക്കുകയോ ആത്മഹത്യയോ ഒക്കെ ചെയ്യുമ്പോൾ ആശ്രമവാസികളുടെ ഒരു സ്ഥിരം നമ്പറാണിത്. കടുത്ത ഡിപ്രഷനിലായിരുന്നു, കടുത്ത മാനസിക വ്യതയിലായിരുന്നു എന്നൊക്കെ സ്ഥിരം പല്ലവികളാണ്. 16-കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ പോൾ തട്ടുപറമ്പിലിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ അന്ന് മുതൽ ആന്റണി ഉള്ളാട്ടിലിൻ്റെ ഉള്ളുകിടുങ്ങി എന്നാണ് വിവരം. തട്ടുപറമ്പിൽ പാതിരിയെപ്പോലെ എല്ലാ സ്വഭാവ സവിശേഷതകളും വാടകയ്ക്കെടുത്ത് താമസിച്ചു വരുന്ന ഈ പാതിരിക്കും ഉണ്ടായിരുന്നതായി ചില ഇടവക ജനങ്ങൾ i2 ന്യൂസിനോട് വെളിപ്പെടുത്തി. ഇവന്മാരുടെ കുർബാന കളി കാണാൻ പോകുന്ന മുണ്ണക്കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി, ഈ തൂങ്ങിച്ചത്ത പാതിരിയുടെ കോൺഗ്രിഗേഷനെ കുറിച്ച് നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇവന്മാരുടെ ഉദ്ദേശലക്ഷ്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം. തലശ്ശേരി അടിരൂപതയിലെ എണ്ണപ്പാറ ഇടവകയിലെ ഒരു ആത്മീയ പ്രസ്ഥാനമാണത്രേ പോർക്കളത്തുള്ള MCBS അഥവാ മിഷണറി കോൺഗ്രിഗേഷൻ ഓഫ് ദി ബ്ലെസ്ഡ് സക്രമെന്റ് ആശ്രമം. 2006 ഒക്ടോബർ 2-ന് ഇത് ആശീർവദിക്കപ്പെട്ടു. ചുറ്റുമുള്ള ഇടവകകളുടെ അജപാലന ആവശ്യങ്ങൾ നിറവേറ്റുകയും പ്രാദേശിക ജനതയ്ക്ക് ആത്മീയ പിന്തുണ നൽകുകയും ചെയ്യുകയാണത്രേ പരമപ്രധാനമായ ലക്ഷ്യം. 1933-ൽ സ്ഥാപിതമായ ഒരു ആത്മീയ കൂട്ടായ്മയാണത്രേ MCBS സഭ. ദിവ്യകാരുണ്യ രഹസ്യത്തിലും മിഷണറി തീക്ഷ്ണതയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദിവ്യകാരുണ്യ രഹസ്യം ജീവിക്കുവാനും പ്രാപിക്കുവാനും അത് ആഘോഷിക്കുവാനും ബലിപീഠത്തിന് ചുറ്റും ആളുകളെ കൂട്ടിച്ചേർക്കാനും വാഴ്ത്തപ്പെട്ട കൂദാശയിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യം ഉയർത്തിപ്പിടിക്കാനും അവർ ലക്ഷ്യമിടുന്നു പോലും. ഇടവക ശുശ്രൂഷ, ദിവ്യകാരുണ്യ ധ്യാനങ്ങൾ, മറ്റു തരത്തിലുള്ള പാസ്റ്ററൽ ജോലികൾ എന്നിവയുൾപ്പെടെ വിവിധ അപ്പോസ്തോലിക പ്രവർത്തനങ്ങളിലും MCBS ഏർപ്പെടുന്നു. ഇപ്രകാരമുള്ള ഒരു കേന്ദ്രത്തിൻ്റെ തലവനാണ് നാണക്കേട് ഭയന്ന് കെട്ടിത്തൂങ്ങി ചത്തുകളഞ്ഞത്. കുറുന്തോട്ടയ്ക്കും വാദമോ എൻ്റെ ദൈവമേ. സ്വജീവിനെ ഇല്ലാതാക്കുന്നവൻ സ്വർഗരാജ്യം പ്രാപിക്കുന്നില്ല എന്ന് മുണ്ണകളെ ഉപദേശിക്കുന്ന അജപാലനാണ് കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തത്. പാമ്പ്ളാനി, നീയൊക്കെ എങ്ങോട്ട് തിരിഞ്ഞെന്ന് കുർബാന കളിച്ചിട്ട് എന്താണ് കാര്യം? കുപ്പായത്തിൽ ഒളിപ്പിച്ച അംശവടികളുടെ നിലവിളികൾ നീയൊന്നും കേൾക്കുന്നില്ലേ? പാമ്പ്ളാനി, നിന്റെ അളിഞ്ഞു നാറിയ അതിരൂപതയിലെ ആ സ്വപ്നസുന്ദരി വിചാരിച്ചാൽ താനടക്കം ആടി പടലം പെടില്ലേ എൻ്റെ പാമ്പ്ളാനി? നീയൊക്കെ
ഉമ്മറം കാട്ടിയോ പിന്നാമ്പുറം കാട്ടിയോ വട്ടം കറങ്ങിയോ ഓടി നടന്നോ കുർബാന കളിച്ചു. പക്ഷേ നിന്റെയൊക്കെ വൈനടിച്ചും അണ്ടിപ്പരിപ്പ് നിന്നും എണ്ണമുറ്റിയ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം സഹിക്കാൻ വയ്യാത്ത, പ്രകൃതിയുടെ വിളി കൊണ്ട് വശം കെട്ട, ബാലപീഡനത്തിനും ഭവനവേദനത്തിനും പോകുന്ന നിന്റെ പാതിരിപ്പാമ്പുകൾക്ക് വിഷമിറക്കാനുള്ള എന്തെങ്കിലും ഒരു സൗകര്യം നീ ദയവായി ചെയ്തു കൊടുക്കുക. അരമനയിൽ പന്നികളെ വളർത്തുന്നത് പോലെ കുറച്ച് നല്ല സെക്സ് വർക്കേഴ്സിനെയും നിയമിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഇവന്മാർ പോയി ഏതെങ്കിലും കൊച്ചുപിള്ളാരുടെ നിക്രൂരും നീയൊക്കെ വീണ്ടും വീണ്ടും നാണം കെടുകയും ചെയ്യും. ഒടുക്കം പിടിക്കപ്പെട്ട് അകത്തും പോകും. ഉള്ളാട്ടിൽ ആന്റണിയെ പോലെ തൂങ്ങിച്ചാകുകയോ ആന്റണി മുഞ്ഞനാടിനെ പോലെ എലിവിഷൻ തിന്ന് ചാകുകയോ ഒക്കെ ചെയ്യും. അതുകൊണ്ട് മറ്റെല്ലാ പരിപാടിയും കളഞ്ഞ് പാമ്പ്ലാനി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. തൂങ്ങിച്ചെത്ത പാതിരിയുടെ ആത്മാവ് കൃത്യമായി സ്വർഗത്തിൽ പോകുവാൻ മുണ്ണകൾ മുട്ടിന്മേൽ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. വിശ്വാസികൾ സമയം കിട്ടുമ്പോൾ ഈ ലോഹത്തൊഴിലാളികളെ പിടിച്ച് കുമ്പസാരിപ്പിക്കുക. വല്ല കയ്യബദ്ധവും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സഹായിക്കാമെന്ന് പറയുക. പള്ളി പരിസരത്തോ പള്ളിമുറിയിലോ ഒന്നും വിഷമരുന്നുകൾ, കയറുകൾ, പഴയ മുണ്ടുകൾ, ചുരിദാറിൻ്റെ ഷാൾ, ജട്ടിയുടെ ഇലാസ്റ്റിക് ഒന്നും ദയവീത് ഇടാൻ പാടില്ല. ഏത് നേരത്താണ് ഇവന്മാർക്ക് തൂങ്ങിച്ചാകാൻ തോന്നുന്നതെന്ന് ദൈവം തമ്പുരാന് പോലും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.